സത്യം പറയാലോ ഭയങ്കര ക്യൂട്ടായിരുന്നു, ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. അവിടെ താഴെ ഇരുന്ന് നോക്കുമ്പോഴും ഫ്രെയിമിൽ ചേച്ചി ഇങ്ങനെ നിന്ന് പെർഫോം ചെയ്യുന്നത് കാണാനും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. താങ്ക് യു. പിന്നെ ഒരു കാര്യം ഓർമ്മ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ കാര്യമാണ്, പൊക്ക ഇല്ലായ്മയാണ് എൻ്റെ പൊക്കം. രമേശേട്ടാ നല്ല രസമുള്ള ചിരിച്ചുകൊണ്ടുള്ള പെർഫോമൻസ്. ഡയാന പറഞ്ഞ പോലെ വളരെ ക്യൂട്ടായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ബാംഗ്ലൂരിൽ എവിടെ സ്ഥലം? ബാംഗ്ലൂർ ബന്നഘട്ട റോഡാണ്, സൗത്ത് ബാംഗ്ലൂർ. ബെന്നാർഘട്ട എന്ന് പറയുന്നിടത്ത് ഒരു മൃഗശാലയില്ലേ? ഉവ്വ്. അവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റു മൃഗശാലയിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ കൂട്ടിക്കിടക്കുന്ന മൃഗത്തിനെ കാണും. അവിടെ മൃഗങ്ങൾ ഇങ്ങനെ മേഞ്ഞ് നടന്ന് കൂട്ടിക്കിടക്കുന്ന ബസ്സിൽ കൂടെ പോണ മനുഷ്യന്മാർ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകും. നമ്മൾ പോകും. അതാണ് ബന്നാർഘട്ടയുടെ ഒരു പ്രത്യേകത. ഈ അമേരിക്കയിൽ എവിടെയായിരുന്നു പോയത്? അമേരിക്കയില് കാലിഫോർണിയയിലായിരുന്നു, സാനോസയിലായിരുന്നു. കമ്പ്യൂട്ടർ പരിപാടിയാണോ നിങ്ങള്? അതെ, ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ്. ആയിരുന്നു. നമ്മുടെ പിള്ളേര് മുഴുവൻ അതാണ്. അവര് പറഞ്ഞു IAS വന്നിട്ടുള്ള കുട്ടികളാണ്. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്ലോമ. അവിടെ ഇന്നസെന്റ് ആയിട്ട് സീറ്റ് കിട്ടിയില്ല. അവിടെ എന്താ കാരണം എന്നറിയോ? SLC പാസ്സാവണത്ര. നല്ല രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ ബസ്സിലെ യാത്ര പറഞ്ഞല്ലോ, കമ്പി പിടിച്ച് നോക്കി നിൽക്കുന്നത്, അത് നല്ല രസമുള്ള ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു ആ പറഞ്ഞതിനകത്തൊക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ബസ്സിൽ ഒരു ക്രൂര വിനോദം ഉണ്ടായിരുന്നു. നമ്മുടെ അവിടേക്ക് ഈ ബസ്സിൽ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഞാനൊക്കെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ഓടുന്ന ബസ്സിൽ നിന്ന് പോയിട്ടുണ്ടോ 4 മണിക്കൂറൊക്കെ. പ്രോഗ്രാം കഴിഞ്ഞ് വെല്ലടുത്തുനിന്നൊക്കെ വീട്ടിലെത്താൻ നിന്നുറങ്ങുക എന്ന് പറയും. നിന്നുറങ്ങുമ്പോൾ തോർത്തുകൊണ്ട് ബസ്സിന്റെ കമ്പി ചുറ്റി അത് കയ്യിൽ കെട്ട് വീഴാതിരിക്കാൻ, എന്നിട്ട് നിന്നുറങ്ങിപ്പോയ സമയമുണ്ട് ബസ്സിൽ യാത്ര ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് കിട്ടിക്കഴിയുന്ന ചില ദിവസങ്ങളിൽ നമ്മൾ എണീക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഉന്തുതള്ളും ഉണ്ടാവും. അതിൽ ചില അക്രമകാരികൾ വേറെ ആരും ഇരിക്കരുന്നുള്ള പോലെ ഈ 2 സീറ്റിലും കൂടെ കൈ വട്ടം പിടിക്കും. നമ്മുടെ അടുത്തേക്ക് ഇനി വേറെ ആരും കയറാൻ പറ്റാത്ത രീതിയിൽ ഇവൻ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവൻ നമ്മൾ എണീക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ളവർ നിന്ന് കഴിയുമ്പം ഞാൻ വെറുതെ ഓരോ സ്റ്റോപ്പ് എത്താറാവുമ്പോഴും ഇങ്ങനെ ഇറങ്ങാൻ പോകുന്ന ഒത്തിരി ആക്ഷൻ ഇടും വെറുതെ ഇങ്ങനെ. അപ്പൊ ഇവനൊന്ന് റെഡിയാവും, കമ്പിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ അടുത്ത സ്റ്റോപ്പ് എത്താറാകുമ്പോ ഞാൻ പതുക്കെ ബാഗ് റെഡിയാക്കുക, ഇറങ്ങാൻ പോകുന്ന ഇപ്പൊ ഇറങ്ങുന്ന ഇവൻ പിന്നെ അവിടെ ഈ നിൽക്കുന്ന 4 പേരും കൂടെ ഒന്ന് ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടാവും ഈ സൈഡില് ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എണീക്കില്ല. ഞാനിങ്ങനെ ഓട്ടം കണ്ടിട്ട് ഈ സംഘർഷാവസ്ഥ കണ്ട് ബസ്സായിട്ട് പോകും. ഇന്നസെന്റ് ബസ് യാത്രകളും വല്ലതും നമ്മള് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു സീറ്റിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ടാവും, പിന്നെ ഈ സീറ്റ് കാലിയാണ്. അപ്പൊ മനസ്സിന്റെ അകത്ത് ഇവിടെ ഏതെങ്കിലും ഒരു നല്ല ആള് വന്നിരുന്നോട്ടെ എന്നാണ് എൻ്റെ മനസ്സില്. ആ സമയത്ത് ചില അമ്മൂമ്മമാര് വന്ന് കയറിയിരിക്കും. അവിടെ വേറെ പെൺകുട്ടികളുണ്ട്, മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഭയങ്കര മാനസികമായിട്ട് ഇന്നും അതിൽ നിന്നുള്ള കാര്യങ്ങൾ മോചനമില്ല. ನಿങ്ങള് ಬ್ಯಾಂಗ್ಳೂರ್ ಕನ್ನಡ ಮಾತಾಡ್ತಾರಾ ನೀವು? ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತೇನೆ. ಹೌದಾ? ಹೌದು. ನಾವಲ್ಲಿ ದಾವಣಗೆರೆನಲ್ಲಿ ಶಾಬನ್ನೂರ್ನ ಹೇಳಿ ಒಂದು ಹಳ್ಳಿ ಇದ್ದಾರೆ. ಹೌದು, ಗೊತ್ತು. ಅಲ್ಲಿ ನಾವು ಬೆಂಕಿಪಟ್ಟಣ ಫ್ಯಾಕ್ಟ್ರಿ ಇದ್ದಾರೆ ನಮಗೂ. ഒരു 5-6 ವರ್ಷ ನಾವು ಅಲ್ಲಿ ಕೆಲಸ ಮಾಡಿದ್ದು. ನಮ್ಮದೇ ಫ್ಯಾಕ್ಟ್ರಿ, ಯಜಮಾನ್ ಇಂಡಸ್ಟ್ರೀಸ್, ಇನ್ನಸೆಂಟ್ ಮ್ಯಾಚ್ ಇಂಡಸ್ಟ್ರೀಸ್, ಶಾಬನ್ನೂರ್ ಮ್ಯಾಚ್ ಫ್ಯಾಕ್ಟ್ರಿ. ಸ್ವಲ್ಪ ಕನ್ನಡ ಎಲ್ಲ ನಾನು ಕಳಿಸಿದ್ದು ಅಷ್ಟೇ. ಗೊತ್ತಿಲ್ಲ. എൻ്റെ അപ്പൻ്റെ അടുക്ക ചോദിച്ചു, ഇതെങ്ങനെ ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇയാൾ ബിസിനസ് ചെയ്യണത്? അതിനുള്ള കാശ് ഇയാളുടെ കയ്യിലില്ലല്ലോ. അപ്പം എൻ്റെ അപ്പൻ പറഞ്ഞത് ഇതാണ്, എന്താണെന്നറിയില്ല, കടം മേടിക്കാനുള്ള കന്നഡയും ഹിന്ദിയും ഒക്കെ അവനറിയാത്രയാണ്. മനസ്സിലായി? Okay. That was fun. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു ചേച്ചി. Thank you so much for coming. Sure. All the best.